നമസ്കാരം. സ്പീഡ് ഗിയറിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിലവിൽ കയ്യിലുള്ള ഇന്ത്യൻ ലൈസൻസ് ഇൻവാലിഡ് ആകുമോ? അല്ലെങ്കിൽ UK-യിൽ വന്നിട്ട് എത്ര കാലം കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് എടുക്കാം? ഇങ്ങനെയുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ പലയിടത്തായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ഇൻസ്ട്രക്ടറിൽ നിന്നും അതുപോലെ തന്നെ UK-യുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്നും ഒക്കെയായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. UK-യിൽ പ്രൊഫഷണൽ ലൈസൻസ് എടുത്ത് എന്ന് കരുതി നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യൻ ലൈസൻസ് ഇൻവാലിഡ് ആകത്തില്ല. ഇന്ത്യൻ ലൈസൻസിന് എപ്പോഴാണ് വാലിഡിറ്റി ഉള്ളത്? UK-യിൽ ആദ്യമായി വന്നിറങ്ങുന്ന ദിവസം മുതൽ 365 ദിവസം, അതായത് 1 കൊല്ലം ആണ് ഇൻ്റർനാഷണൽ നോൺ കൺവെർട്ടിബിൾ ലൈസൻസിന് UK-യിൽ വാലിഡിറ്റി ഉള്ളത്. ഇനി നമ്മളൊരു പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്താലോ എടുത്താലോ എന്ന് കരുതി അതൊന്നും ഇന്ത്യൻ ലൈസൻസിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല. ഈ 12 മാസം നിങ്ങൾക്ക് പൂർണ്ണമായും ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ഉപയോഗിക്കാം. ഇനി ഇതിനിടയിൽ വെച്ചിട്ട് നിങ്ങളൊരു UK ലൈസൻസ് എടുക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻറ്റിനെ വിളിച്ചിട്ട് നിങ്ങൾ UK ലൈസൻസ് എടുത്തു എന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ ഇൻഷുറൻസിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഫുൾ UK ലൈസൻസ് കിട്ടിയ ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യണം. മറ്റൊരു ചോദ്യമാണ്, എപ്പോൾ നമുക്ക് UK-യിൽ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാം? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, UK-യിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം ഒരു തിയറിക്ക് ഒരു ടെസ്റ്റ് ഡേറ്റ് കിട്ടുകയോ അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് ടെസ്റ്റ് ഡേറ്റ് കിട്ടുകയോ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അത്യാവശ്യം കാലതാമസം രണ്ടിനും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നത് മാക്സിമം 12 മാസമാണ്. ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നോൺ കൺവെർട്ടിബിൾ ആയിട്ടുള്ള, കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില ലൈസൻസുകളുണ്ട്. ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇവിടെ ലൈസൻസ് കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൺവെർട്ട് ചെയ്തിട്ട് അതിൽ കൂടുതൽ കാലം അത് ഉപയോഗിക്കാം. പക്ഷേ നോൺ കൺവെർട്ടിബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലൈസൻസുകൾക്ക് നമുക്കിവിടെ മാക്സിമം 12 മാസം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് മറ്റ് ലൈസൻസുകളൊന്നും ഇല്ല എങ്കിൽ നിയമപരമായി നമുക്കിവിടെ വാഹനം ഓടിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുന്നതിന് 6 മാസം കാത്തിരിക്കണമോ? ഇത് എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൊഫഷണൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്തൊരു ചോദ്യം വരുന്നുണ്ട്. 185 ദിവസത്തിൽ കൂടുതൽ UK-യിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് കണ്ടിട്ടാണ് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. 185 ദിവസം, അതായത് 6 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് പ്രൊഫഷണലിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. എന്നാൽ അത് തെറ്റായൊരു കാര്യമാണ്. നിങ്ങൾക്ക് വന്ന് ഒരാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിരമായൊരു അഡ്രസ്സ്, അതുപോലെ തന്നെ BRP കാർഡ്, പിന്നെ നിങ്ങളുടെ NI നമ്പരും കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനും അപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈസൻസ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും. അതുപോലെ തന്നെ അതിനകത്തൊരു നിയമവശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് UK-യിൽ മിനിമം 6 മാസത്തിൽ കൂടുതൽ നിങ്ങളുടെ വിസ വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും, പ്രൊവിഷണൽ ലൈസൻസ് കിട്ടും. പല വീഡിയോകളിലും പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ലൈസൻസ് ഉടൻ തന്നെ കിട്ടുമെന്നുള്ളൂ. ഒരിക്കലുമില്ല. പ്രൊഫഷണൽ ലൈസൻസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് വെച്ച് ചെയ്യുന്നതിനും ചെയ്ത് കൂടാത്തതിനുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ UK ഗവൺമെൻറ്റും DVLയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും നമ്മൾ ഇന്ത്യൻ ലൈസൻസ് എക്സ്പയർ ആയതിനു ശേഷം ഈ പ്രൊഫഷണൽ ലൈസൻസ് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ ലൈസൻസ് നമുക്കൊരു ഫുൾ ലൈസൻസ് അല്ല, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൽ ഇപ്പോൾ പാസഞ്ചറിനെ കൊണ്ടുപോയി കൂടെ 3 കൊല്ലത്തിൽ കൂടുതൽ പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് UK-യിലുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ പ്രൊഫഷണൽ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസാണ്. പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഉടൻ തന്നെ നിങ്ങൾ തിയറി ടെസ്റ്റിന് ബുക്ക് ചെയ്യുക, തിയറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക, തിയറി എഴുതുക, തിയറി പാസ്സായ ശേഷം നിങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കുക, പ്രാക്ടിക്കൽ പാസ്സാവുക, അങ്ങനെ ഫുൾ UK ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇതിനകത്തെ സത്യം.